പോപ്പുലർ പ്രസംഗകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനത്തിന്റെ ഇഷ്ടമറിഞ്ഞ് പ്രസംഗിക്കാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ അറിയാം. ഈ തിയോളജൻസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവർ എല്ലാ കാര്യങ്ങളെയും തിരുത്തലിന്റെ കണ്ണാടികളിലൂടെ കാണുന്നതുകൊണ്ട് 10 കാര്യങ്ങൾ കണ്ട 10നെയും വിമർശിക്കാനായിട്ടാണ് ഇവരിരിക്കുന്നത്. ഇതെല്ലാം ഒരിടമാണ്. ഇതൊക്കെ ചില ചർച്ചകൾ ഹോളി സ്പിരിറ്റ് എംപവേർഡും, ചില ചർച്ചകൾ തിയോളജിക്കലി എക്വിപ്ഡ്, അങ്ങനെ അല്ല. ഇതെല്ലാം ഒരുമിച്ച് വന്നു കൂടെ നമുക്ക്. എനിക്ക് തോന്നുന്നു ബാലൻസ് പറയാൻ പൗലോസിനേക്കാൾ വലിയൊരു ഒരാളെ ഇനി കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ തിരുത്തലുകൾ എന്ന് പറഞ്ഞൊരു ഭാഗത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താനും അക്കോമഡേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഇത് ഈ പലപ്പോഴും തിരുത്തണമെന്നുണ്ടെങ്കിൽ അറിവുള്ള ഒരാൾ വേണം. നമ്മൾ ബൈബിളിൽ നോക്കുവാണെങ്കിൽ തന്നെ ഈ ഷണ്ണൻ പ്രവചന പുസ്തകം വായിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹത്തോട് തേരിനടുത്ത് എന്ന് ദൈവദാസൻ ചോദിക്കുകയാണ്, നീ വായിക്കുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? എന്തൊക്കെയോ അദ്ദേഹത്തിന് മനസ്സിലായി കാണും. എത്യോപ്യൻ രാജ്ഞിയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ആണെന്നാണ് എന്റെ വായനയിൽ എനിക്ക് മനസ്സിലായത്. മോശം വ്യക്തിയല്ല. അദ്ദേഹത്തിന് എന്തൊക്കെയോ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിന്റെ പൊരുൾ തിരിച്ചു തരാൻ ആരും ഇല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? അപ്പോ തിരുത്തലുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അറിവുള്ള ഒരാള് അത്യന്താപേക്ഷിതമാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പാസ്റ്റർ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ഡോക്ടറൽ ലെവലില് വേദപഠനം നടത്തുന്ന ഒരാളാണ്. ഈ പഠനം എനിക്ക് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, പാസ്റ്ററുടെ പഠനത്തെ കുറിച്ച് ഒന്ന് വിശദമാക്കിയാൽ നല്ലതായിരിക്കും. 2, ഒരു പഠനം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു ബാലൻസ്ഡ് അപ്രോച്ചിലേക്ക് നമ്മൾ എത്തുന്നതിനും മറ്റുള്ളവരെ അതിലേക്ക് ഗൈഡ് ചെയ്യുന്നു. ഈ 2 ആസ്പെക്റ്റുകളൊന്ന് വ്യക്തമാക്കുന്ന നല്ലതായിരിക്കും എന്ന് ചിന്തിക്കും. ചോദിച്ച ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പെട്ടെന്ന് തിയോളജൻസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഈ ബാലൻസിലേക്ക് വരുമ്പോഴാണ്. ഈ തിയോളജൻസ് എന്ന് പറയുമ്പോൾ അഗെയിൻ അവരൊരു ഒരു എക്സ്ക്ലൂസീവ് സെക്റ്റായിട്ട് മാറി സെമിനാരിയിലും ലൈബ്രറികളിലും ഒക്കെ അവർ ഒതുങ്ങി പോവാം. പിന്നെ കാണുന്നത് ഖണ്ഡന പ്രസംഗങ്ങളിലും അപ്പോളജറ്റിക് മേഖലയിലും മാത്രം. അതും വളരെ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ. ഈ പോപ്പുലർ കൺവെൻഷൻ വേദികളിലോ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇടങ്ങളിലോ ഒന്നും തന്നെ ഈ ബൈബിൾ ടീച്ചേഴ്സും തിയോളജിയൻസും ഒന്നും കാണും. നമുക്കൊക്കെ 100 കണക്കിന് തിയോളജിയൻസ് ഉണ്ട്. ഇവരെ ആരെയും സിസ്റ്റമാറ്റിക് തിയോളജി ചെയ്യുന്നവരും ന്യൂ ടെസ്റ്റ്മെന്റ് സ്കോളേഴ്സും ഓൾഡ് ടെസ്റ്റ്മെന്റ് സ്കോളേഴ്സും ഹിസ്റ്ററി ചർച്ച് ഹിസ്റ്റോറിയൻസും ഒക്കെ തന്നെ ഉണ്ട്. ഇവരാരും പ്രധാനപ്പെട്ട പ്രസംഗതികളൊന്നും വരുന്നില്ല. ഇപ്പോൾ പോപ്പുലർ പ്രസംഗകരെന്ന് പറയുന്നത് പലരും വചന പരിജ്ഞാനം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരെക്കാൾ കൂടുതൽ വചനം അറിവുള്ളവരും പഠിപ്പുള്ളവരും ഒക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞു വന്നത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, പോപ്പുലർ പ്രസംഗകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനത്തിന്റെ ഇഷ്ടമറിഞ്ഞ് പ്രസംഗിക്കാൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കാൻ അറിയാം. മറുഭാഗത്ത് ഈ തിയോളജൻസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവർ എല്ലാ കാര്യങ്ങളെയും തിരുത്തലിന്റെ കണ്ണാടികളിലൂടെ കാണുന്നതുകൊണ്ട് 10 കാര്യങ്ങൾ കണ്ട 10നെയും വിമർശിക്കാനായിട്ടാണ് ഇവരിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഈ ഗിവ് ആൻഡ് ടേക്കിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ദൈവസഭയ്ക്കകത്ത് ഈ ഡൈവേഴ്സിറ്റി വളരെ ആവശ്യമാണ്. തിരുത്താനും തിരുത്തപ്പെടാനും ആളുകൾ ഉണ്ടാകണം, പരസ്പരം തിരുത്തപ്പെടണം. അത് മാത്രമല്ല, ഒരു ബൈബിൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇവാഞ്ചലിസ്റ്റിന്റെ ആവശ്യം തനിക്കുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഒരു ബൈബിൾ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഈ രോഗസൗഖ്യം അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഗിഫ്റ്റ് ഹീലിംഗ് എന്ന ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാള് സഭയിൽ ഉണ്ടാകുന്നത് എനിക്ക് ആവശ്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ബൈബിൾ ടീച്ചർക്ക് ഒരു പാസ്റ്റർ ആവശ്യം ഉണ്ടാകണം, തിരിച്ചൊരു പാസ്റ്റർക്ക് ഒരു ബൈബിൾ ടീച്ചറിന്റെ ആവശ്യമുണ്ട്. ഈ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഉപയോഗിക്കുന്നവർക്ക് എപ്പോഴും ബൈബിൾ ടീച്ചറിന്റെ ആവശ്യം ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്, സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ പഠനത്തെക്കുറിച്ചാണ് ചോദിച്ചത്. ദൈവകൃപയാൽ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫൈനൽ ഇയർ ആണ്. അപ്പം ഞാൻ എൻ്റെ പഠനത്തിലൂടെയൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ പഠനത്തിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ തിയോളജി പോലും ലെയ്മനിലേക്ക് ഉണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോ സീരീസിൻ്റെ ഒക്കെ ഉദ്ദേശം അത് തന്നെയാണ്. അപ്പം പഠിക്കുന്ന വചനം ക്രമീകൃതമായി പഠിപ്പിക്കാൻ, അത് പൊതു ഇടങ്ങളിലേക്ക്, സഭയിലേക്ക്, സാധാരണ വിശ്വാസികളിലേക്ക് കൊണ്ടുവരിക, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷ്യം. അങ്ങനെ അവരെ ബോധവാന്മാരാക്കുക, അതേസമയം മറ്റ് ശുശ്രൂഷകളെ അംഗീകരിക്കുക. ഇതൊന്നും ചിതറിപ്പോകാതെ ഏതെങ്കിലും ഒരു ക്യാമ്പിന്റെ മാത്രമായി ഭാഗമായി പോകാതെ ഇതെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു ഇടമായി ദൈവസഭകൾ മാറണം. അപ്പം തിയോളജിക്കലി എക്വിപ്ഡായ ചർച്ചുകൾ, അതുപോലെ തന്നെ ഹോളി സ്പിരിറ്റ് എംപവേർഡ് ആയ ചർച്ചുകൾ, ഇതെല്ലാം ഒരിടമായി. ഇതൊക്കെ
ചില ചർച്ചുകൾ ഹോളി സ്പിരിറ്റ് എംപവേർഡ്, ചില ചർച്ചുകൾ തിയോളജിക്കലി എക്വിപ്ഡ്. അങ്ങനെ അല്ല. മനസ്സിലായി. ഇതെല്ലാം ഒരുമിച്ച് വന്നു കൂടെ നമുക്ക്. പെന്തക്കോസ്ത് സമൂഹത്തിന് സംബന്ധിച്ചിടത്തോളം ചില സമയങ്ങളിൽ നമ്മൾ പറയാനുള്ളത് വചന പഠനം അല്പം കുറവാണെന്നും തിയോളജി ഇല്ല എന്നൊക്കെ. അങ്ങനെയല്ല, ആ കാലഘട്ടമൊക്കെ മാറി വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് തിയോളജിയൻസ് ഒക്കെ ഉണ്ട്. അവരോടൊക്കെയുള്ള എൻ്റെ വിനീതമായൊരു അപേക്ഷ, നിങ്ങൾ പോപ്പുലർ വേദികളിലേക്കും നിങ്ങൾ പൊതു ഇടങ്ങളിലേക്കും ദൈവസഭകളുടെ ചർച്ച് തിയോളജിയൻസ് ആയിട്ട് മാറണം. നമ്മൾ ഏർലി സെഞ്ചുറീസ് ഒക്കെ പരിശോധിച്ചാൽ തിയോളജിയൻസ്, വേദപഠന അല്ലെങ്കിൽ വേദശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ സഭകൾക്കുള്ളിൽ നിന്നാണ് അവിടെ തിയോളജി രൂപം കൊടുത്തത്. They were theologians of the church, not seminary. Understood. അപ്പോൾ അതായിരുന്നു ആദ്യകാല തിയോളജിയൻസിൽ പലരും രക്തസാക്ഷികളായിരുന്നു. കാരണം അവര് സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് പിടിക്കുന്ന ഇടങ്ങളായി വീണ്ടും നമ്മുടെ ദിവസങ്ങൾ മാറണം. തീർച്ചയായും. എനിക്ക് ഒരു ചോദ്യമുണ്ട് പൗലോസിനെ കുറിച്ചാണ്. പക്ഷേ ആ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പാസ്റ്റർ പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഈ 10 കാര്യം ഉണ്ടെങ്കിൽ 10 കാര്യത്തെയും വിമർശിക്കാനായിട്ടുള്ള ഒരു കണ്ണാടിയായിട്ട് പലപ്പോഴും തിയോളജിയൻസ് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഒരു പക്ഷേ നമ്മുടെ സഭകളിൽ, നമ്മുടെ വേദികളിൽ ഒരു സെക്കൻഡ് ക്ലാസ് പ്രീച്ചേഴ്സ് ആയിട്ട് അവരെ കണ്ടതും, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട പ്രാധാന്യം കൊടുത്ത് അവസരങ്ങൾ കൊടുക്കാതിരുന്നതും ഒരു പക്ഷേ ഇങ്ങനെ ഒരു വിമർശനാത്മക വീക്ഷണത്തിലേക്ക് പോകുന്നതിലേക്ക് അവരെ ബോധപൂർവമായി തള്ളിവിട്ടിട്ടുണ്ടോ എന്നും ഞാൻ സംശയിക്കുന്നു. പാസ്റ്റർ എനിക്ക് ഉത്തരം തരണമെന്നില്ല, എൻ്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ പറഞ്ഞത്. പൗലോസിനെ കുറിച്ച് പാസ്റ്റർ എന്താണ് ചിന്തിക്കുന്നത്? അദ്ദേഹം ഒരു കരിസ്മാറ്റിക് പ്രീച്ചറാണോ, അതോ അദ്ദേഹം ഒരു ബൈബിൾ ടീച്ചറാണോ? എന്താണ് പൗലോസിനെ കുറിച്ച് പാസ്റ്ററിന്റെ ഒരു ബാലൻസ് പറയാൻ? പൗലോസിനേക്കാൾ വലിയൊരു ഒരാളെ ഇനി കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. ക്ലിയർ എക്സാമ്പിൾ ഓഫ് ദിസ് ബാലൻസ് നമ്മൾ പറയുന്നത്. കാരണം പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൃപാവരങ്ങളും ജ്വലിപ്പിച്ച ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെ ആത്മാവിന്റെ, കാരണം റോമാ ചർച്ചിലേക്കൊക്കെ പോകുന്നതിന് ഞാൻ വന്ന് നിങ്ങൾക്ക് കൃപാവരങ്ങളാൽ നിങ്ങളെ നിറയേണ്ടതിന് ഞാൻ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പൗലോസ് പറയും. അപ്പൊ കൃപാവര പ്രാപ്തനാണ് അദ്ദേഹം. ഇമ്പാർട്ടേഷൻ, അതെ, ആ ശുശ്രൂഷ, അതെ ഉറപ്പായിട്ടും. അപ്പൊ അദ്ദേഹം കരസ്മാറ്റിക് ഗിഫ്റ്റ്സിന് പ്രാധാന്യം കൊടുത്തൊരു പ്രസംഗനാണ്. അതേപോലെ തന്നെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സിസ്റ്റമാറ്റിക് തിയോളജിയാണ് പൗലോസ്. കറക്റ്റ്. കാരണം പൊളൈൻ തിയോളജി എന്ന് പറഞ്ഞാൽ തന്നെ സിസ്റ്റമാറ്റിക് തിയോളജിക്കകത്ത് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. പോളാണ് അവസാന വാക്ക് പല കാര്യങ്ങളിലേക്ക്. ഇന്നും പൊളൈൻ തിയോളജി ആളുകൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൗലൂസിൻ്റെ വാക്കുകൾ, പൗലൂസ് ഉപയോഗിച്ച വേർഡ്സ്, അതിൻ്റെ തിയോളജിക്കൽ ഡെപ്തിനെ കുറിച്ചൊക്കെ ഇന്നും ആളുകൾ പഠിച്ചു. ഇൻ ക്രൈസ്റ്റ് എന്നൊക്കെ ഉള്ള റെവലേഷൻ എനിക്കൊന്ന് ന്യൂ ജനറേഷൻ സഭകളിലൊക്കെ ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ ഇൻ ക്രൈസ്റ്റിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരോട് എനിക്ക് അഭ്യർത്ഥന, ദർ ഇസ് എ ഗ്രേറ്റ് തിയോളജിക്കൽ ഡെപ്ത് ഇൻ ദാറ്റ് വേർഡ്. ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നതിനകത്തൊരു വലിയ അതിൻ്റെ തിയോളജിയിലേക്ക് നമ്മൾ പോകുന്നില്ല പലപ്പോഴും. പക്ഷെ അതിലേക്കും കൂടെ പോകണം നമ്മൾ. അത് പ്രസംഗിക്കൂ, പക്ഷേ അതിൻ്റെ ഡെപ്തിനെ കുറിച്ച് മനസ്സിലാക്കുക. ഈ തിയോളജിയുടെയും കൂടെ നമ്മൾ പറഞ്ഞു വന്ന് തിയോളജിയിലേക്കും വന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അതുകൂടെ സംസാരിക്കാം. ഇതെല്ലാം എൻ്റെ ഭാഗമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ഭാഗം കൂടെയാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതിലേക്ക് മാത്രം ആളുകൾ പോകരുതെന്നാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. പറയുമ്പോൾ എല്ലാത്തിനും ബാലൻസ് പറയണമല്ലോ. തിയോളജി മാത്രം പാടില്ല വാസ്തവത്തിൽ എന്നുള്ളത് ശരിയാണെങ്കിൽ തിയോളജിയുടെ ആവശ്യമുണ്ടോ? ഇത്രയും തിയോളജിയൻസിന്റെ ആവശ്യമുണ്ടോ? തിയോളജി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷനാണ്. ഇപ്പൊ ദൈവവചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വചനം മാത്രം പോരെ, വചനം വ്യാഖ്യാനിച്ചാൽ പോരെ. അപ്പൊ തിയോളജി വേണോ? ഈ തിയോളജി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വ്യാഖ്യാനമാണ്. അപ്പൊ വചനം മാറുന്നില്ല. ഞാനിങ്ങനെ പറയാറുണ്ട്, റെവലേഷൻ ഈസ് ഓൾവേസ് ദ സെയിം. റെവലേഷൻ ഒരിക്കലും ചെയ്യുന്നില്ല, കാരണം ഇത് റിവീൽഡ്, ദൈവം നൽകിയതാണ്. പക്ഷെ റെവലേഷൻ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ മനുഷ്യർക്ക് മനസ്സിലാവുള്ളൂ. അപ്പം ആ റെവലേഷനെ നമ്മൾ ഇന്റർപ്രിട്ടേഷൻ നടത്തുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. എന്നിരുന്നാലും വ്യാഖ്യാനം ആവശ്യമാണ്. അപ്പം തിയോളജി അവസാനമാക്കണമെന്ന് വെച്ചാൽ അല്ല. യെറ്റ് തിയോളജി ഈസ് നെസസറി, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെയാണ് ഈ തിയോളജിയുടെ ഒക്കെ ആവശ്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അത് കൃത്യമായ ബാലൻസ് ഉണ്ടാകും വേണം. നമ്മൾ ഈ പൗലൂസിനെ കുറിച്ചാണ് ഈ പറഞ്ഞു വന്നത്. അപ്പോൾ പൗലൂസിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ് ഭാഷ പറഞ്ഞത്. കാരണം ഈ കരസ്മാറ്റിക് ശുശ്രൂഷനായിരിക്കുമ്പോൾ തന്നെ പൗലൂസ് ഒരു സിസ്റ്റമാറ്റിക് തിയോളജിയും കൂടെ ആയിരുന്നു. പൗലൂസിന്റെ മറ്റു ഉദാഹരണങ്ങളെല്ലാം ഉണ്ടോ പൗലൂസിന് ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്തത്? അല്ല, ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയായിരുന്നു. പൗലോസ് ഒരു ദിവസം രാത്രി ബൈബിൾ ടീച്ചിങ് തുടങ്ങി. ഏകദേശം ഈ സമയത്ത് തുടങ്ങി രാത്രി 12 മണി വരെ പോയി എന്ന് എനിക്ക് മനസ്സിലാവുന്നു. യൂത്തിക്കോസ് എന്ന് പറഞ്ഞ വ്യക്തി ജനാലിന്റെ സൈഡിലിരുന്നു. ബോറടിച്ചിട്ടാണോ ശരീരത്തിന്റെ ക്ഷീണം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ആൾ ഉറങ്ങി താഴെ വീണു. പഠിപ്പിച്ചുകൊണ്ടിരുന്ന പൗലോസ് താഴെ ഇറങ്ങി പ്രാർത്ഥിച്ച് ആളെ ഉയർപ്പിച്ചു.
കരിസ്മാറ്റിക് ശുശ്രൂഷകരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ഡ്രീമാണ് മരിച്ച ഒരാളെ പ്രാർത്ഥിപ്പിച്ച് ഉയർപ്പിക്കുക എന്നുള്ളത്. അത് മേ ബി അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് പലപ്പോഴും തിയോളജിയെ പോലും അവര് വേണ്ടാന്ന് വെക്കുന്നത്. തിയോളജിയിൽ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളൊരു ഭാഗം ഉണ്ടെന്നുള്ളതിലേക്കും കൂടെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ബൈബിൾ ടീച്ചറിൽ നിന്ന് മരിച്ചവരെ ഉയർപ്പിക്കുന്ന കരിസ്മാറ്റിക് ശുശ്രൂഷകനായിട്ട് ഇദ്ദേഹം മാറുകയാണ്. വാട്ട് എ ബാലൻസ്. ഈ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള ഭാഗം, അതായത് വ്യാഖ്യാനം എന്നുള്ള ഭാഗം, നമ്മൾ മിനിറ്റുകൾക്ക് മുമ്പ് സംസാരിച്ചു. തിയോളജി എന്ന് പറയുമ്പോൾ അതിന്റെ സെറ്റിംഗ്, കോണ്ടെക്സ്റ്റ്, മൂലഭാഷ, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുള്ള ഒരു പഠനം, ചരിത്രത്തിലുള്ള ഉപദേശങ്ങളുടെ രൂപീകരണം. അപ്പോ അറ്റ്ലീസ്റ്റ് തിയോളജിയുടെ ഒരു സ്ട്രോങ് പ്രസൻസ് മിസ്ഇന്റർപ്രിട്ടേഷൻസ് തടയാൻ ഒരു പരിധി വരെ സഹായിക്കും എന്നുള്ളത് ഞാൻ ചിന്തിക്കുക. പക്ഷെ അതാ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ താഴ്മയുണ്ടാവണം. തിയോളജിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുറന്ന മനസ്സോടെ പറഞ്ഞു കൊടുക്കാനും ഒരു ശുശ്രൂഷകരെയും തകർക്കാതെ അവരെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ശുശ്രൂഷയെ മാനിച്ചുകൊണ്ട് അവരെ കറക്റ്റ് ചെയ്യാനും ഇവർ കഴിയണം. അതിനൊരു ഹൃദയവിശാലത വേണം, ബേസിക്കലി താഴ്മ വേണം, ഹ്യൂമിലിറ്റി വേണം. വചനം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനാണെല്ലാം, ഞാനാണ് അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന കാഴ്ചപ്പാടാണെങ്കിൽ നടക്കില്ല. മറ്റ് പ്രവചനമോ ഏതെങ്കിലും ശുശ്രൂഷയുള്ളവർ ഇവർ നേരത്തെ ഫയറില്ലാത്ത ആൾക്കാരാണെന്ന് അവരെയും തള്ളിക്കളയാതെ അതും കേൾക്കാനുള്ള ഒരു മനസ്സ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഇൻ ക്രൈസ്റ്റ്, ഗ്രേസ് പ്രീച്ചിങ്, ക്രിസ്തു എല്ലാം നിർവഹിച്ചു, ഇതൊക്കെ വളരെ തിയോളജിക്കലി ഡീപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഡെപ്ത് പലപ്പോഴും മനസ്സിലാക്കിയാതെയാണ് ഇത് പോപ്പുലർ ലെവലിൽ പ്രസംഗിച്ച് വിടുന്നത്. അപ്പൊ ഇതിനൊക്കെ കൃത്യമായ തിയോളജി, വേദശാസ്ത്രപരമായ അടിസ്ഥാനം ബൈബിളിലുണ്ട്. അല്ലെ, ബൈബിളുണ്ടെന്ന് മാത്രമല്ല ഇന്നത്തെ തിയോളജിയൻസിനിടയിൽ തിയോളജി ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കാൻ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഈ ബാലൻസ് കൊണ്ടുവരാം. പൗലോസിന്റെ ഉദാഹരണം എനിക്ക് കുറെ കൂടെ ഭയങ്കര രസമായിട്ട് തോന്നി ഇതിനകത്ത് ഈ കാര്യങ്ങളോട് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട്. ഈ എഫെസോസിൽ പൗലോസ് ചെയ്തറിയാലോ, 2.5 വർഷം തുർന്നോസിന്റെ പാഠശാലയിൽ വചനം പഠിപ്പിക്കുക. പക്ഷെ എഫെസോസിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ ശാന്തി ശുശ്രൂഷ, നമ്മൾ പറയുന്ന പോലെ ഭൂതമളക്കൽ നടന്നത്. അയ്യോ എന്ന് പറഞ്ഞാൽ എത്രത്തോളം, എത്ര പേരാണ് അവരുടെ ആ തൊഴിൽ അല്ലെങ്കിൽ ആ വിചാരം എന്നുള്ള തൊഴിൽ ഉപേക്ഷിച്ച് പുസ്തകങ്ങൾ കത്തിച്ചിട്ട്. അപ്പം 2.5 വർഷം ബൈബിൾ സ്കൂൾ നടക്കുമ്പോൾ തന്നെ അതിനടുത്ത് തന്നെ ഭൂതശാന്തി ശുശ്രൂഷ നടക്കുന്നു. അതേ പൗലോസ് നിങ്ങൾ സിസ്റ്റമാറ്റിക് തിയോളജിയൻ, ബൈബിൾ ടീച്ചർ തന്നെ ഭൂതം വളക്കുന്നു. നമ്മുടെ സഭയിൽ രണ്ടും കൂടെ ഒരാൾ ചെയ്തില്ലേലും ഇത് 2 ശുശ്രൂഷകളും ഒരുമിച്ച് പോകാനുള്ള ഇടങ്ങളായി മാറണ്ടേ, 2 ക്യാമ്പുകളിലേക്ക് പോകാതെ. അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ ഈ ചേർത്ത് പിടിക്കൽ നടക്കുമ്പോൾ തിരുത്തലുണ്ടാവും. ഞാൻ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ശുശ്രൂഷകളും ഭംഗിയായി നടക്കില്ല. നമ്മുടെ തലമുറയ്ക്ക് തന്നെ നമ്മളൊരു വലിയ മോശം പിക്ചറാണ് കൊടുക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു ക്യാമ്പിൽ പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഐഡന്റിറ്റി കിട്ടുമെന്ന് പറയുമ്പോൾ അവർക്ക് താല്പര്യമില്ല. അവരെ സംബന്ധിച്ച് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു ആഗ്രഹം നമ്മുടെ പുതുതലമുറയ്ക്ക് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളണം. അപ്പോൾ ഈ 2 ശുശ്രൂഷകൾ ഒരാൾ ചെയ്യണം നിർബന്ധമില്ല. വചനം പഠിപ്പിക്കുന്ന ഒരാളും ഇത്തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന ഒരാളും പരസ്പരം തിരുത്തലുകൾക്ക് വിധേയരായി, പരസ്പര ബഹുമാനത്തോടെ തെറ്റുകളുണ്ടെങ്കിൽ പരസ്പരം തിരുത്തി പരസ്പരം അംഗീകരിച്ചു വരുന്ന ഇടങ്ങളായി ദൈവസഭകൾ മാറിയാൽ, നേരത്തെ നമ്മൾ എസ്രായുടെ പുസ്തകത്തിൽ വായിച്ച പോലെ കരയുന്നവരും ചിരിക്കുന്നവരും, സത്യം പറഞ്ഞാൽ മുട്ടുമേ ഇരുന്ന് കൈയടിച്ച് പാടാൻ താല്പര്യമുള്ളവരും, ഒരു പാട്ട് കേട്ടാൽ എഴുന്നേറ്റ് ഡാൻസ് നൃത്തം ചെയ്യാൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള ദൈവസഭകളായി നമ്മുടെ സഭകൾ മാറണ്ടേ? തീർച്ചയായും അതിനുള്ള ഇടങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഒരു അപ്പൻ്റെ മക്കളാണെന്നുള്ളൊരു കാഴ്ചപ്പാട്, കുടുംബത്തിൻ്റെ അംഗങ്ങളാണെന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടാകുന്നത്. തീർച്ചയായും നമ്മൾ ഈ ഒരുപാട് മേഖലകൾ ടച്ച് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ന്യൂസിലാൻഡിൽ വരുമ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞത് ഇങ്ങനെ ഓർക്കുന്നു, തിയോളജിയൻസ് ആദ്യമായിട്ട് ഈ തിയോളജിയൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് വന്ന ആളുകളൊന്നും ഒരു പക്ഷേ പെന്റിക്കോസ്റ്റുകാർ അല്ലെങ്കിൽ പെന്റിക്കോസ്റ്റൽ ഫെയ്ത്തിലുള്ളവർ അവർ ഈ ബൈബിളിൻ്റെ ഒരു പഠന വിഷയമായിട്ടെടുത്ത്, ഒരു തപസ്യായിട്ടെടുത്ത്, അതിനെ ഒരു സ്കോളർലി വർക്കായിട്ട് എടുത്തവരായിരുന്നു പല തിയോളജിയൻസും. അവരുടെ അശ്രാന്ത പരിശ്രമമാണ് ഇന്ന് നമുക്ക് കുറച്ചും കൂടെ ഇതാക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ആ പഠനത്തിൽ നിൽക്കുന്ന ആളുകൾക്കായിരിക്കും ഒരു പക്ഷെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ബാലൻസിന്റെ പുറകിലുള്ള ദൈവശാസ്ത്ര ചിന്ത, അതിൻ്റെ പുറകിലുള്ള ഒരു തിയോളജി ഒന്ന് വ്യക്തമാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിരിക്കും മുമ്പോട്ട് പോകുമ്പോൾ. എനിക്ക് തോന്നുന്നു നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം ഈ ഒരു ചോദ്യം വളരെ റെലവൻ്റാണ്. ഇതിനൊരു തിയോളജി ഉണ്ട്, ഈ ബാലൻസിനൊരു തിയോളജി ഉണ്ടോ എന്നുള്ളതാണ്.
കാരണം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ബാലൻസിനെ കുറിച്ച് പറഞ്ഞു. തിയോളജിയും അല്ലെങ്കിൽ വചന പഠനവും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും ഒരുമിച്ച് പോകുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞു. പ്രോസ്പിരിറ്റി, പോവർട്ടി അല്ലെങ്കിൽ പ്രോസ്പിരിറ്റി എന്താ സമ്പത്ത് പ്രസംഗിക്കുന്നവരല്ലേ, അത് പ്രസംഗിക്കുന്നവരും കഷ്ടതയെ കുറിച്ച് പറയുന്നവരൊക്കെ ഒരുമിച്ച് പോകുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ബാലൻസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ബാലൻസ് ഒരു വീക്ക്, അപ്പം നമ്മൾ നേരത്തെ ഗോസ്വാമി പറഞ്ഞതുപോലെ ബാലൻസ് വീക്ക്നെസ് എന്നാ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്നാൽ മാത്രം നിങ്ങൾ സ്ട്രോങ് ആവുള്ളൂ. ബാലൻസ് പറയുന്നവർക്ക് അവർക്ക് സ്വയമായി ഒരു കൃത്യമായ നിലപാടില്ലാത്തവർ മാത്രമേ ബാലൻസ് പറയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതല്ല വാസ്തവം. എന്തുകൊണ്ട് ഈ ബാലൻസ് എന്ന് പറയുന്നത് വെച്ചാൽ ഈ രണ്ട് കൂട്ടർ പറയുന്നതിനകത്തും കുറേയൊക്കെ ശരിയുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ബാലൻസ് കൊണ്ടുവരുന്നത്. രണ്ടുപേരും പൂർണ്ണമായി ശരിയല്ല, പക്ഷെ രണ്ടുപേർക്കകത്തും ശരിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ബാലൻസ് ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പം ഏതെങ്കിലും ഒരു ക്യാമ്പിൽ നിൽക്കുന്നവർ പറയുന്നത് മാത്രമാ ശരിയെങ്കിൽ അങ്ങോട്ട് ചേരാം. പക്ഷെ അങ്ങനെയല്ല, രണ്ടുപേര് പറയുന്നതിനകത്തും ശരിയുണ്ട് തെറ്റുമുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കും. അവിടെയാണ് ബാലൻസ് എന്നുള്ള വാക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ഇപ്പൊ പാസ്റ്റർ ഇപ്പൊ ചോദിച്ചത് ഇതിനൊരു തിയോളജിക്കൽ ഗ്രൗണ്ടിങ് കൊടുക്കാമോ എന്നുള്ളതാണ്. തിയോളജിക്കൽ ഗ്രൗണ്ടിങ് ഉണ്ട് ഈ ബാലൻസിങ്ങിന്. നമ്മൾ ഈ പറഞ്ഞ രണ്ട് ധ്രുവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ക്രിസ്തുവിന്റെ ജഡധാരണം, ഇൻകാർണേഷൻ itself is the theological backgrounding for all these imbalances. ഈ രണ്ട് എക്സ്ട്രീമുകൾ കാണുന്നിടത്തെല്ലാം തന്നെ ഇൻകാർണേഷൻ, ജഡാവതാരം എന്നുള്ളത്, ക്രിസ്തുവിന്റെ ജഡാവതാരം തന്നെ ഒരു വലിയ ബാലൻസാണ് കൊണ്ടുവരുന്നത്. എന്താന്ന് വെച്ചാൽ നമുക്കറിയാം യേശു ക്രിസ്തുവിന്റെ ജഡധാരണം അത് യോഹന്നാനാണ് വളരെ മനോഹരമായിട്ട്. കാരണം മറ്റ് ഗോസ്പൽ വായിക്കുമ്പോൾ ദൈവപുത്രൻ മനുഷ്യനായി വന്നു എന്നുള്ള കാഴ്ചപ്പാട് അത്ര ആഴത്തിൽ കൊടുത്തിട്ടില്ല. കാരണം യേശുവിന്റെ ജനനം മുതൽ ഇങ്ങോട്ടാണ് അങ്ങോട്ട് പറയുന്നത്. ഒരു മനുഷ്യനായി ജനിച്ച് വളർത്തപ്പെടുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന ആയിട്ടാണ് മത്തായിയും മർക്കോസും ലൂക്കോസും ഒക്കെ എഴുതുന്നത്, സിനോപ്റ്റിക് ഗോസ്പൽസ്. എന്നാൽ ജോൺ ആണ് പറയുന്നത് ദ ലോഗോസ്, ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്, വചനം ജഡമായി. അപ്പൊ പ്രീ എക്സിസ്റ്റന്റ് ജഡത്തി അല്ലെങ്കിൽ ലോഗോസ് എന്ന ദൈവത്തിന്റെ വചനം, നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന വചനമാണ് ജഡമായി മാറുന്നുള്ള കാഴ്ചപ്പാട്. അപ്പം ജോണും കൂടെ യോഹന്നാനും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഈ ദൈവപുത്രനും മനുഷ്യപുത്രനും എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് നമുക്ക് കൃത്യമായി ബാലൻസ് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ അവരൊരു ഏതൊരു എക്സ്ട്രീമിലേക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായ ബാലൻസ് ആണ് ബൈബിൾ ക്യാനോൻ കൊണ്ടുവരുമ്പോഴത്തേന് ഇത് കൃത്യമായി കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, യോഹന്നാൻ പറയുന്ന വചനം ജഡമായി എന്ന് പറയുന്നിടത്ത് അദ്ദേഹം ആ എഴുത്ത് കൊണ്ടുവരുന്നതിനകത്ത് ഒരു വലിയ ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം ലോഗോസ് എന്നുള്ള കാഴ്ചപ്പാട് പോലും ഗ്രീക്ക് തത്വചിന്തയിൽ ആഴമേറിയ സ്വാധീനം ചെലുത്തിയിരുന്ന വാക്കാണ് ഈ ലോഗോസ്, വചനം എന്നുള്ള കാഴ്ചപ്പാട് തന്നെ. നമുക്കറിയാം, നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. കാരണം നമ്മൾ ഒത്തിരി ഫിലോസഫിക്കലായിട്ട് പോകണ്ട, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ ഈ രണ്ട് പ്രധാനപ്പെട്ട സ്കൂളുകളാണ് ഈ ഗ്രീക്ക് ഫിലോസഫിയിലുള്ളത്. ഒന്ന് അരിസ്റ്റോട്ടലിയൻ സ്കൂള്, അതുപോലെ തന്നെ ഈ പ്ലേറ്റോണിക് സ്കൂള്. ഇവർ രണ്ടുപേരും പല കാര്യങ്ങളിലും അവർക്ക് സമവായം ഉണ്ടായിരുന്നെങ്കിലും ഈ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ചിന്തിച്ചു വരുന്നവരാ. കാരണം അറിയാലോ, പ്ലേറ്റോ ഈ ഐഡിയലിസത്തെ കുറിച്ച് സംസാരിച്ച ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഫോംസിനെ കുറിച്ച്, എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത്, ഈ ലോകത്തിനപ്പുറത്തുള്ള അതാണ് നിത്യമായതെന്നും അതാണ് ശാശ്വതമായതെന്നും ഇവിടെ കാണുന്നതൊക്കെ അതിൻ്റെ ഒരു പതിപ്പാണ്. ഈ ഭൂമി കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ബ്ലൂ കളർ അല്ല ഒറിജിനൽ. ഈ ബ്ലൂ കളറിന്റെ ഒരു ഒറിജിനൽ ഫോം, ഒറിജിനൽ മറ്റൊരു ലോകത്തുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നതിനും തൊടാൻ കഴിയുന്നതിനും ഒക്കെ അപ്പുറത്താണെന്നുള്ള കാഴ്ചപ്പാടാണ് പ്ലേറ്റോ പറഞ്ഞത്. എന്നാൽ അരിസ്റ്റോട്ടിൽ അങ്ങനെ അല്ല പറഞ്ഞത്. അരിസ്റ്റോട്ടിൽ എപ്പോഴും ഫോക്കസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്ന, തൊടാൻ കഴിയുന്ന ഈ ഭൂമിയെക്കുറിച്ചും ഈ പ്രതലത്തെക്കുറിച്ചും. അപ്പൊ ഈ രണ്ട് സ്കൂളുകളാണ് പ്രധാനമായിട്ടും അന്നത്തെ പ്രബലമായ സ്കൂളുകൾ. ഇതാണ് അന്നത്തെ സമൂഹത്തെ മുഴുവൻ നയിച്ചുകൊണ്ടിരുന്നത്. ഈ തത്വചിന്ത ഏതെങ്കിലും ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് സംസാരിക്കാൻ പറ്റുക. അപ്പോൾ ആത്മീയതയെക്കുറിച്ച് മാത്രം പറയുന്നവര്, മറ്റൊരു ലോകത്തെക്കുറിച്ച് മാത്രം പറയുന്നവര്, നമ്മുടെ ഭാഷയെ പറഞ്ഞ സ്വർഗത്തെക്കുറിച്ച് മാത്രം പറയുന്നവര്. എന്നാൽ അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ ഉള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന കാര്യത്തിൽ മാത്രം പറഞ്ഞാൽ മതി എന്നാണ് നമ്മൾ ഈ സാധാരണക്കാരന്റെ ഭാഷയിൽ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്താണ് വചനം ജഡമായി എന്ന കാഴ്ചപ്പാട് യോഹന്നാൻ കൊണ്ടിരുന്നത്. അപ്പോൾ ഇംബാലൻസ് നിൽക്കുന്ന ഒരു സമൂഹം, എയ്തർ യു ഹാവ് ടു ബി പ്ലേറ്റോണിക് ഓർ യു ഹാവ് ടു ബി അരിസ്റ്റോട്ടലിയൻ. എയ്തർ നീ ഒരു അല്ലെങ്കിൽ ഒരു വശത്ത് നിന്നുകൊണ്ട് ഐഡിയൽ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക,
കാണാൻ കഴിയാത്ത ആ ലോകത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ അരിസ്റ്റോട്ടലിന്റെ കൂടെ നിന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. മനസ്സിലായി. അങ്ങനെ ഫിലോസഫി ഡിവൈഡായി നിന്ന സമയത്താണ് യോഹന്നാൻ പറയുന്നത്, ഐഡിയൽ വേൾഡിൽ നിന്ന് ഒരാൾ ഈ ടാഞ്ചിബിൾ ആയിട്ടുള്ള കാണാൻ കഴിയുന്ന ലോകത്തേക്ക് ജഡമായി മാറി. ഇത് രണ്ടിൻ്റെയും യൂണിഫിക്കേഷനാണ് വാസ്തവത്തിൽ ക്രിസ്ത്യൻ ഫിലോസഫി. ഇപ്പൊ ലോകത്തിലെ ഫിലോസഫിക്ക് ഇനി ഒരിക്കലും അതിനപ്പുറത്തൊരു ഫിലോസഫി പറയാൻ പറ്റത്തില്ല. രണ്ട് തത്വചിന്തകളെയും രണ്ട് എക്സ്ട്രീമുകളെ ഒന്നാക്കി എന്ന് പറഞ്ഞാൽ യോഹന്നാൻ പറയുന്നത് സത്യം അവിടെയും സത്യം ഇവിടെയും എന്ന തരത്തിലേക്ക് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. സത്യം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും യൂണിഫിക്കേഷനാണ്. വചനം ജഡമായി മാറി. വചനമായി മാത്രം നിൽക്കുകയല്ല, ജഡം ജഡമായി മാത്രം അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കുകയല്ല. വചനം ജഡമായി മാറി. ഇത് രണ്ടും ഒന്നായി. സ്വർഗവും ഭൂമി ഒന്നായി എന്നൊക്കെ നമ്മൾ പറയില്ലേ? വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പുതുവാന ഭൂമി. ഇനി ആകാശവും അല്ലെങ്കിൽ സ്വർഗവും ഭൂമി രണ്ടായി നിൽക്കുകയല്ല, ആ സ്വർഗവും ഭൂമിയും ഒന്നായി മാറുന്നു. ദ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്നു. ഇതൊക്കെ ഇൻകാർണേഷന്റെ ഭാഗമാണ്. അത് മാത്രമല്ല, ഞാൻ ഈ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അത് തന്നെ മനുഷ്യന്റെ സൃഷ്ടിയിലും കർത്താവ് നടത്തുന്നത്. ഇപ്പൊ ദൈവം ഒരു സ്പിരിച്വൽ ബീയിങ്ങാണ്, ദൂതന്മാർ സ്പിരിച്വൽ ബീയിങ്സാണ്. നമ്മൾ മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് അവര് ഇവിടെ ജനിച്ച് ഇവിടെ നശിക്കുക, ആത്മാവില്ല എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അവര് മോർട്ടൽ എന്താ പറയുക ബീയിങ്സ്, ഈ പ്രകൃതിയിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് മൃഗങ്ങളെ കുറിച്ച്. എന്നാൽ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനല്ല. ദൂതന്മാരെ പോലെയോ മൃഗങ്ങളെ പോലെയോ അല്ല പറയുന്നത്. മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ അവന് ജഡവും ഉണ്ട് ആത്മാവും ഉണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമാണ് വാസ്തവത്തിൽ സ്വർഗീയ തലങ്ങളിലും ഭൂമിയിലും ഒരുപോലെ നിൽക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു വാക്യല്ലേ പക്ഷേ, യു ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹെവൻലി പ്ലേസസ്. കറക്റ്റ്. അപ്പൊ നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുകയാണ്, ഭൂമിയിൽ ജീവിക്കുകയാണ്. തിയോളജി നമ്മളിങ്ങനെ പറയാറുണ്ട്, ഈ ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ് എന്ന് പറയാം. പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടു ക്രിസ്തുവിലൂടെ, എന്നാൽ ഇനിയും കാര്യങ്ങൾ നിവർത്തിക്കപ്പെടാനുണ്ട്. അത് ബാലൻസ്ഡ് വാക്കുകൾ പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി അതുകൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ഇൻകാർണേഷൻ ജഡാവതാരമാണ്, യേശുക്രിസ്തു ജഡം സ്വീകരിച്ചതാണ്. ഇതിന്റെ എല്ലാം ഒരു തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടിങ് ആയിട്ട് ഞാൻ കാണുന്നത്. എയ്തർ സ്വർഗം അല്ലെങ്കിൽ ഭൂമി എന്നുള്ള കാഴ്ചപ്പാടല്ല, പ്രോസ്പിരിറ്റിയോ പിന്നെ അതുപോലെ തന്നെ പോവർട്ടിയോ എന്നുള്ള ഭാഗമല്ല. നമ്മൾ പറഞ്ഞ പോലെ സ്വർഗത്തിൽ പോകാനാണോ അതോ ഇവിടെയുള്ള കാര്യം മാത്രം, ഇതൊന്നും അല്ല. ഇതിനേക്കാൾ കൂടുതൽ ഒരു ബാലൻസിലേക്ക് ക്രിസ്തുവിൻ്റെ ഇൻകാർണേഷൻ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ ഇത് രണ്ടും കൃത്യമായി നിലവാരം. ഞാൻ മനുഷ്യന്റെ സൃഷ്ടിയെക്കുറിച്ച് അതുകൊണ്ടാണ് പറഞ്ഞത്. മനുഷ്യൻ സ്പിരിറ്റ്, ദൈവത്തിൽ നിന്ന് ആത്മാവും ഭൂമിയിൽ നിന്നെടുത്ത ജഡവും അത്യാവശ്യമാണ്. തീർച്ചയായും ഇമ്മെറ്റീരിയലാണ് സ്പിരിറ്റ്, എന്നാൽ ബോഡി മെറ്റീരിയലാണ്, തൊടാൻ പറ്റുന്നതാ. ഇപ്പൊ ചിലർ പറയാറുണ്ട് അത് താൽക്കാലികമാണ്, ഇനി വരാനുള്ളിടത്ത് അതില്ലെന്ന്. അവിടെയാണ് നമ്മൾ അടുത്ത തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയേണ്ടത്. റിസറക്ഷനകത്ത് ആത്മാവും ശരീരമുണ്ട്. തീർച്ചയായും തൊടാൻ കഴിയാത്ത ആത്മാവുണ്ട്, തൊടാൻ പറ്റുന്ന ശരീരമുണ്ട്. യേശു പറഞ്ഞു എന്റെ കയ്യിൽ നോക്കൂ. അതെ. അപ്പം വാസ്തു നമ്മൾ ഞാൻ ഈ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ. ഒരു കാര്യം കൂടെ എന്നെ പെട്ടെന്ന് ചിന്തിപ്പിച്ചതാണ്. ഭൂതമാണെന്ന് പറഞ്ഞപ്പോൾ യേശു അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിച്ചു. എക്സാക്ട്ലി, തൊടാൻ പറഞ്ഞു. അപ്പം അത് ഉയർക്കപ്പെട്ടതിന് ശേഷമുള്ള ശരീരമാണ്. അതെ. എന്നിട്ട് പറയാണ് ഭൂതങ്ങൾക്ക് എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥിയൊന്നും കാണത്തില്ല. അതിനർത്ഥം ഉയർക്കപ്പെട്ട ശരീരത്തിൽ പോലും തൊടാൻ. എന്നിട്ട് തോമസിനോട് പറയാ എന്നെ തൊട്ടോളാനാ പറയുന്നത്. അപ്പൊ ഞാൻ ഉയർക്കപ്പെട്ട യേശു, തൊടാൻ കഴിയാത്ത ആത്മാവല്ല, ടാഞ്ചിബിൾ ആയിരുന്നു, തൊടാൻ കഴിയുന്നവനായിരുന്നു, ചേർത്ത് പിടിക്കാൻ കഴിയുന്നവനായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മീനൊക്കെ ബാർബിക്യൂ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റിസറക്ഷൻ ബോഡിയായിരുന്നു യേശുവിന്റെ. അതിനർത്ഥം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ വചനം ജഡമായി സ്വർഗീയ ബോഡിയാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം സ്വർഗത്തിൽ മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു ബോഡിയെ കുറിച്ചല്ല. സ്വർഗീയ ബോഡി നമ്മൾ കൊരിന്ത്യർ 15 അത് വായിക്കുന്നത്. സ്വർഗീയ ശരീരം ഉള്ളവരായി മാറും. അപ്പൊ സ്വർഗീയ ശരീരമാണ് ചിലർ ഓർക്കുന്നത്. സ്വർഗീയ ശരീരം ആകുമ്പോഴത്തേന് വേറെന്തോ തരത്തിലുള്ള ശരീരമാണ്. സ്വർഗീയ ശരീരം, ആത്മാവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ ദ ഹെവൻലി ബോഡി, സ്പിരിച്വൽ ബോഡി എന്ന് പറയുന്നത്. സ്പിരിച്വൽ ബോഡി എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുന്ന ബോഡി എന്നാണ് അർത്ഥം. അല്ലാതെ ആത്മാവ് പോലിരിക്കുന്ന ബോഡി എന്ന അർത്ഥമല്ല. ടാഞ്ചിബിൾ ആണ്, തൊടാൻ പറ്റുന്നതാണ്. മാംസരക്തങ്ങളാണെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ മാംസരക്തങ്ങൾക്ക് ദിവരാജ് ആകാശം പാട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ അവിടെയാണ് ആത്മാവിനെ കയറി പിടിക്കുന്നത്. പക്ഷേ റിസറക്ഷൻ എന്നുള്ളത് വീണ്ടും ഇത് രണ്ടിന്റെ ഒന്നിപ്പിക്കലാണ്. അതുവരെ അസംഭവമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന രണ്ട്
ചിന്താധാരകളെ ഒരു നിമിഷം കൊണ്ട് ഒന്നിപ്പിച്ച് കളഞ്ഞു. കറക്റ്റ്. ആ പറഞ്ഞപ്പോഴാണ് നോസ്റ്റിക്സത്തെ കുറിച്ച് പറഞ്ഞത്. നോസ്റ്റിക്കുകൾ പറഞ്ഞിരുന്ന എന്താണ്, ഈ പിന്നെ മാറ്റർ ഈസ് ഈവിൾ, ഈ കാണാൻ കഴിയുന്നത് പദാർത്ഥങ്ങളെല്ലാം തന്നെ ഈവിളാണ്, അതുകൊണ്ട് തന്നെ ദൈവം ഇവിടെ വെളിപ്പെടത്തില്ല. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പം ദൈവത്തിനൂടെ വെളിപ്പെടാൻ പറ്റത്തില്ല ദൈവത്തിന്, കാരണം ഇവിടെ പാപമായതുകൊണ്ട് ദൈവം അതുകൊണ്ട് അവർ ജഡാവതാരം എതിർത്തു. മനസ്സിലായി. അവിടെയാണ് യോഹന്നാന്റെ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ അവർ എതിർ ക്രിസ്തുക്കളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജഡത്തിൽ വെളിപ്പെടാൻ പറ്റുന്ന, അതുകൊണ്ട് അവർ പറഞ്ഞത് യേശു പൂർണ്ണമായി മനുഷ്യനൊന്നും ആയില്ല, യഥാർത്ഥ ജഡമൊന്നും സ്വീകരിച്ചില്ല, യേശു മനുഷ്യനെ പോലെ തോന്നിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. മേക്ക് ബിലീഫ് ആയിരുന്നു, അങ്ങനെയായിരുന്നു എന്ന് അവർ പറഞ്ഞത്. അപ്പൊ അതിനെതിരെയാണ് വാസ്തവത്തിൽ യേശുവിന്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരെ എതിർക്കുന്നത്. അവർ പറയാണ്, ഇല്ല, ഈ പാപം നിറഞ്ഞ ലോകത്ത്, ഈ താഴ്ച വന്ന ലോകത്തിലേക്ക് വചനം ലോഗോസ് ആയിരുന്നവൻ കാണാത്ത ലോകത്ത് നിന്ന് കാണുന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ പറയുന്നത് പിന്നെ ഇതിനകത്ത് എടുത്തുണ്ടങ്ങ് പോയെന്ന, അങ്ങനല്ല, ഇത് രണ്ടിനെ ഒന്നാക്കിയെന്ന. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോഴും നമ്മൾ പിന്നെയും പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്നത്. നമ്മുടെ ഈ സ്വർഗം മാത്രം പ്രസംഗിക്കുന്നവരോട്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കാണ് ഒരു എൻറ്റിറൈറ്റ് എന്നൊരു തിയോളജൻ ഉണ്ട്, ഒരു ബിബ്ലിക്കൽ സ്കൂൾ. അദ്ദേഹം പറയുന്നത് ദി ഹെവൻ ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹെവൻ ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദി വേൾഡ്. അതിനർത്ഥം സ്വർഗം എന്നുള്ളത് ഭൂമിയുടെ ഒരു മറുവശമല്ല. വാസ്തവത്തിൽ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചതിനൊരു പദ്ധതിയുണ്ട്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിനൊരു പദ്ധതിയുണ്ട്. അത് സ്വർഗവും ഭൂമിയും ഒന്നാക്കുക എന്നുള്ള പദ്ധതിയാണ്. അതാണ് ക്രിസ്തുവിൽ സകലതും ഒന്നാക്കി, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം ഒന്നാക്കി തീർക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം. ക്രിസ്തുവിൽ സകലത്തെയും ഒന്നാക്കുക, ഒന്നിനെയും ഡിവൈഡ് ചെയ്യുക എന്നല്ല, ഒന്നിനെ ഇല്ലാതാക്കുക എന്നല്ല, സകലത്തെ ഒന്നാക്കുന്നിടം. അവിടെയാണ് വെളിപ്പാടൊക്കെ തന്നെ അവസാനിക്കുന്നത്. പുതിയ ആകാശവും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്വർഗത്തിൽ മാത്രം പോകാനാണെങ്കിൽ ആത്മാവ് മതി. പക്ഷെ മരിച്ചു കഴിഞ്ഞ് യേശുവിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നതിലല്ല അവിടെ അവസാനിക്കുന്നത്. എന്നിട്ട് നമ്മോട് പറഞ്ഞ്, നിങ്ങൾ മരിച്ചാൽ ഭാരപ്പെടേണ്ട, എൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് വന്ന പോലെ നിങ്ങളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് വരുമെന്നല്ല നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ. യേശുവിന്റെ ജഡശരീരം അവിടെ കണ്ടില്ല. കറക്റ്റ്. ആ ജഡമാണ് രൂപാന്തരപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ there is a continuation of the same person, of the same body. That is why ആ കയ്യിലുണ്ടായിരുന്ന, ക്രൂസിലുണ്ടായിരുന്ന പിയേഴ്സിംഗ് അവിടെ തന്നെ ഉണ്ട്. എക്സാക്ട്ലി ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് ഈസ് ട്രാൻസ്ഫോംഡ്. അതാണ് കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രത്യാശ മരിക്കുന്നിടത്ത് ഭാരപ്പെടേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ ആത്മാവുമായിട്ട് ഞാൻ പോയതുപോലെ പോകുമെന്ന് പറയുന്നിടത്തല്ല. ആ ആത്മാവ് തിരിച്ച് ബോഡിയിലേക്ക് വന്നിട്ട് ആ ബോഡിയെ ഉയർപ്പിക്കുകയാണ്. ഉയർത്തെഴുന്നേൽപ്പാണ്, റിസറക്ഷനാണ് എൻ്റെ പ്രത്യാശ, ഉയർത്തെഴുന്നേൽപ്പാണ്. ഇപ്പം ഞാൻ സാറിന് ഇങ്ങനെ പറയാറുണ്ട്, നമ്മളിപ്പോൾ മരിച്ച് ക്രിസ്തുവിൽ മറയുന്നതിനെ കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല ബൈബിളിൽ. എവിടാട്ടാ പോകുന്നത്? പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞ ക്രിസ്തുവിൽ മറയാന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹിഡൻ ആയിരിക്കുക, ക്രിസ്തുവിൽ മറയുക. പൗലൂസിന്റെ ഭാഷ മൊത്തം ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പ് പറഞ്ഞാൽ എന്താണ്? ജഡാവതാരം പോലെ തന്നെ ബോഡിയും ആത്മാവും ഒന്നാകുന്നിടമാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് എന്താണ്? ഇവിടെയാണ് ഈ ബാലൻസ്. നിത്യതയെക്കുറിച്ച് പറയുന്നവരും സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരും ശരീരത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരും ബാലൻസ് ചെയ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകത തിയോളജിക്കലി നമുക്ക് കാണാം. ക്രിസ്തുവിലൂടെ ഭക്ഷണം ആവശ്യമാണ്. അത് അടിയന്തരമായി അതും പ്രസംഗിക്കപ്പെടണം, അതും പരിപോഷിക്കപ്പെടണം, അതിനെക്കുറിച്ച് സംസാരിക്കണം. വസ്ത്രം ആവശ്യമാണ്, ജോലി ആവശ്യമാണ്, അതിനെക്കുറിച്ച് പ്രസംഗിക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കണം, അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവുകൾ മനുഷ്യന് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം തന്നെ നിത്യത, വരുവാനുള്ള നിത്യത, സ്വർഗം, ആത്മാവ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ചും പ്രസംഗിക്കണം. ഇതിൻ്റെ എല്ലാം കൃത്യമായ ബാലൻസ് എന്നുകൊണ്ട് സംസാരിക്കുന്ന ഇടമാകണം ദൈവസഭകൾ. അങ്ങനെ വരുമ്പോൾ പ്രോസ്പെരിറ്റിയും പോവർട്ടിയും ഒന്നും നമുക്ക് വിഷയമല്ല. അതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇതിനൊക്കെ തുല്യമായി ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഇടങ്ങളായി. സമ്പത്ത് ഒരു മനുഷ്യനെ മയക്കില്ല, അന്നേരം ദാരിദ്ര്യം ഒരു മനുഷ്യനെ തകർത്തും കളയത്തില്ല. ഇത് രണ്ടും ഒരുമിച്ച് നിൽക്കാൻ പറ്റും. രണ്ട് എക്സ്ട്രീമിലും നമ്മളെ ഗ്രൗണ്ട് ചെയ്യുന്നത്. കാരണം ഇത് രണ്ടിൻ്റെയും ആ യൂണിറ്റി നമുക്ക് മനസ്സിലാവും, ഇത് രണ്ടിൻ്റെ ആവശ്യകത മനസ്സിലാവും. അപ്പോൾ എനിക്കൊന്ന് ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ പ്രാക്ടിക്കൽ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു എന്ന് കാണുന്ന. അതോടൊപ്പം നമ്മൾ തിയോളജിയെ കുറിച്ച് സംസാരിച്ചു, ബിബ്ലിക്കൽ എക്സാമ്പിൾസിനെ കുറിച്ചൊന്ന് തൊട്ടുപോയി നമ്മൾ സംസാരിച്ചു. അതെ, ഒരു കാര്യം കൂടെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, ഞാൻ ഈ ബാലൻസിന്റെ ചിന്തിച്ചപ്പോൾ നമ്മളുടെ ഒരു സോഷ്യൽ ലൈഫിനെയും ഇത് ഗവേൺ ചെയ്യണം. ഞാൻ ചിന്തിച്ചു, നമ്മുടെ നാട്ടിലുണ്ട് പല അനാചാരങ്ങളും നിർത്താനും
ഒക്കെ ക്രിസ്ത്യൻ മിഷണറിമാരെ എടുത്ത ശ്രമങ്ങൾ, വളരെ സതി, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി, ഇതൊക്കെ ഒരു ബാലൻസിന്റെ ഭാഗമാണ്. അവർ സ്വർഗത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചിരുന്നെങ്കിൽ ഈ നമ്മുടെ പെന്തക്കോസ്റ്റൽ തിയോളജിയിൽ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റൽസിന്റെ ഇടയിൽ ആദ്യം വന്നൊരു പ്രശ്നം, കാരണം അവര് ഈ കർത്താവിന്റെ വേഗത്തിലുള്ള മടങ്ങിവരവ്, ഇമിനന്റ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, സെക്കൻഡ് കമ്മിങ് നിമിഷം സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ പെന്തക്കോസ്തിന്റെ വളർച്ചയുടെ ആദ്യ കാലങ്ങളിൽ അവര് ഈ സാമൂഹിക പരിവർത്തനത്തെക്കുറിച്ചൊക്കെ അതുപോലെ തന്നെ സെക്കൻഡറി ആയിട്ടാണ് കണ്ടത്. എന്നാൽ പിന്നീട് അതിന് മാറ്റം ഉണ്ടായി. അപ്പോൾ അതിനർത്ഥം രണ്ടാം വരവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ടെന്നല്ല. രണ്ടാം വരവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ ആൻഡ് ഓൾസോ ഈവൻ ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷവും, കാരണം ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മുടെ ഇത്, അതിനുശേഷവും അതിന് മുമ്പും അതിന് ശേഷവും ഒക്കെ തന്നെ നമ്മൾ മനുഷ്യരായി ജീവിക്കേണ്ടതും മനുഷ്യരോടൊപ്പം ജീവിക്കേണ്ടതുമാണെന്ന്. മനുഷ്യനായി ജീവിക്കണം. നമ്മൾ ആരും ദൂതന്മാരാകുന്നില്ല ഒരിക്കലും. വീണ്ടും നമ്മൾ മനുഷ്യരാണ്. നമ്മൾ ഈ ശരീരത്തിൽ വസിക്കേണ്ടവരാണ്. എന്നും ഈ ശരീരത്തിൽ വസിക്കും. എന്നാൽ പുതിയ ശരീരം, രൂപാന്തരപ്പെട്ട ശരീരത്തിൽ വസിക്കും. ആ ശരീരം ഉണ്ടെന്നാണ് ഈ പറഞ്ഞു വന്നവരാണെന്നുള്ള ബോധ്യം നമ്മളെപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണം വാസ്തവത്തിൽ. അപ്പോൾ സോഷ്യൽ റിഫോംസ് ആവശ്യമാണ്. ഇന്ന് കാണുന്ന എനിക്ക് തോന്നുന്നു നമുക്ക് മാത്രമേ അങ്ങനെയുള്ള ചെറിയ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ന് കാണുന്ന ലോകത്തുള്ള സകല നന്മയുടെയും ഉറവിടം ബൈബിളാണെന്നും ക്രിസ്ത്യാനിറ്റി ആണെന്നും ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. അത് സയന്റിഫിക് ആകട്ടെ, അത് എഡ്യൂക്കേഷണൽ ആകട്ടെ, അത് ചാരിറ്റി ആകട്ടെ, അത് ഹെൽത്ത് റിലേറ്റഡ് ആകട്ടെ, സോഷ്യൽ റിഫോംസ് ആവട്ടെ, എല്ലാം തന്നെ ബൈബിളിന്റെ ഒരു വലിയ സംഭാവനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ചെയ്യാൻ അന്നുള്ള സഭയെയും തിയോളജൻസിനെയും സോഷ്യൽ വർക്കേഴ്സിനെയും മിഷണറിമാരെയും ഒക്കെ പ്രേരിപ്പിച്ചത് അവർ ഈ ശരീരത്തെയും അതുപോലെ തന്നെ ആത്മാവിനെയും ഒക്കെ ഒരുപോലെ ഒരുമിച്ച് കണ്ടതുകൊണ്ട്. മനുഷ്യൻ എന്നുള്ളത് ആത്മാവല്ല, കേവലം ആത്മാവല്ല. മനുഷ്യൻ എന്നുള്ളത് കേവല ശരീരവുമല്ല. മനുഷ്യൻ എന്നുള്ളത് കേവലം ആത്മാവായിരുന്നെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് മാത്രം പ്രസംഗിക്കാമായിരുന്നു. മനുഷ്യൻ എന്നുള്ളത് കേവലം ശരീരമായിരുന്നെങ്കിൽ നമുക്ക് പ്രോസ്പെരിറ്റിയോ നമുക്ക് രോഗസൗഖ്യമോ മാത്രം പ്രസംഗിക്കാമായിരുന്നു. പക്ഷെ മനുഷ്യനെന്നുള്ളത് ഇത് രണ്ടിൻ്റെയും യൂണിറ്റി ആയതുകൊണ്ട് ഇൻകാർണേഷൻ, ആത്മരൂപിയായവൻ ജഡരൂപിയായി മാറി എന്നുള്ളത് വരുമ്പോൾ, എന്നിട്ട് അത് ഒരുമിച്ച് കൊണ്ടുപോവുക, റിസറക്ഷനിലൂടെ ഇത് സംഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ സഭകളുടെ ഒരു വലിയ ബാലൻസ് ഉണ്ടാകണം. എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ, ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷനൊക്കെ ഒരുമിച്ച് വരണം. തിരുത്തലുകൾ ഉണ്ടാവണം, രണ്ട് പക്ഷത്തും തിരുത്തൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. ബാലൻസ് ഉണ്ടാകണം, വിട്ടുവീഴ്ച ഉണ്ടാകണം. കാരണം എതിർത്ത് പ്രസംഗിക്കുന്നത് അവസാനിപ്പിക്കുക, ഒരുമിച്ച് നിൽക്കുക, ഇരുപക്ഷത്തെ ഒന്നാക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിലെല്ലാം ഒന്നാക്കുക എന്നുള്ളതാണ്. അപ്പം അത് സാധ്യമാണോ? സാധ്യമാണ്. വരും തലമുറയ്ക്കെങ്കിലും അത് സാധ്യമാകണം, നമുക്കത് സാധ്യമാകണം. ഞാനതിന് എന്നെ സമർപ്പിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ ഹമ്പിളാകാൻ താല്പര്യപ്പെടുകയാണ്. നമ്മുടെ സഭകൾ അതിനുവേണ്ടിയുള്ള വഴികൾ തുറക്കപ്പെടണം. ന്യൂ ജനറേഷൻ ചർച്ചുകൾ അതിനുള്ള ഓപ്പണിങ്സ് ഉണ്ടാക്കണം. ഓൾഡ് ജനറേഷൻ ചർച്ചുകൾ അതിനുള്ള ആക്സസും അതുപോലെ തന്നെ സ്പേസും ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. തീർച്ചയായും അവർക്ക് ഐഡന്റിറ്റി ഇല്ലാതിരിക്കുന്നത് ഏത് പക്ഷത്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. കാരണം ചിലത് രണ്ടും കാണുമ്പോൾ അവിടെയും ഇവിടെ അത് ശരിയാണല്ലോ, അത് തെറ്റാണല്ലോ, എന്നാൽ ഇത് ശരിയാണല്ലോ എന്നൊക്കെ ഒരു തോന്നലുള്ളതുകൊണ്ടാണ് അത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുണ്ടായി വരണം. എനിക്കൊന്ന് വളരെ വളരെ അന്വർത്ഥമായ അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടൊരു കാര്യങ്ങളാണ് സംസാരിച്ചത്. കുറച്ചേറെ നേരം ആയിപ്പോയെന്ന് തോന്നുന്നു. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ തലമുറയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് എനിക്കൊന്ന് പ്രേക്ഷകർക്കത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ പാസ് ഓൺ ചെയ്യാൻ ഒരു കാര്യം കൂടെ പറയാം. എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സോഷ്യൽ റിഫോംസും കാര്യങ്ങളും എല്ലാം ചെയ്യാനായിട്ട്, ഇതിനെല്ലാം ഒരുമിച്ച് കാണാനായിട്ട്, ഈ നല്ല പ്രവൃത്തിയെല്ലാം ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആരംഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇപ്പൊ ഇതിനു വേണ്ടി ഈ മിഷണറിമാരെയും സോഷ്യൽ വർക്കേഴ്സിനെ എല്ലാം പുഷ് ചെയ്തതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. എക്സാക്ട്ലി ആണോ? പരിശുദ്ധാത്മാവ് പല രീതിയിൽ പ്രവർത്തിക്കുകയാണ്. അതോടെ പറഞ്ഞാണ് അവസാനിപ്പിക്കുക. ഒത്തിരി സമയം പോകുന്നു. കാരണം ഈ ഇടയ്ക്ക് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷണറി ആയിട്ട് കുറേ നാളുകൾ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, ഈ 40 വർഷം 50 വർഷം 60 വർഷം മുമ്പൊക്കെ ബ്രദറൻ മിഷണറിമാർ വന്ന് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപാട് സുവിശേഷ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇവൻ കാത്തലിക് നൺസ് വന്ന് ഒരുപാട് സുവിശേഷ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. 60, 70, 80, 100 വർഷം മുൻപ്. അന്ന് അവര് ചെയ്ത സുവിശേഷ പ്രവർത്തനങ്ങളുടെ മുകളിലാണ് പിന്നീട് ചെന്ന ഞങ്ങളെപ്പോലുള്ള പെന്തക്കോസ്റ്റൽ മിഷണറിമാർ പ്രവർത്തിച്ചത്. ബേസിന്റെ പുറത്താണ്. അപ്പം അവർക്ക് പല കാര്യങ്ങളാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരു ബേസ് അവിടെ ഉണ്ടാക്കിയിരുന്നു. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ പെന്തക്കോസ്റ്റൽ മിഷണറിമാർ ചെല്ലുമ്പോൾ അവരേത് ആത്മാവിലാണ് പ്രവർത്തിച്ചേ? അവരും പരിശുദ്ധാത്മാവിലല്ലേ ഓപ്പറേറ്റ് ചെയ്തേ? വില്യം കേറി
അദ്ദേഹം എങ്ങനെയാണ്, ആരാണ് മോഡേൺ ഫാദർ ഓഫ് മോഡേൺ മിഷൻസ് ആണ്. അതെ. അദ്ദേഹം എങ്ങനെയാണ് അത് പ്രവർത്തിച്ചത്? പെൻഡക്കോസ്റ്റൽ മിഷന്മാർ ചെന്നപ്പോഴത്തേന് ഇങ്ങനെ സാധാരണ ഞാൻ പറയാറുണ്ട്, ഈ ബാപ്റ്റിസ്റ്റ് ബ്രദർ മിഷന്മാർ ചെന്നപ്പോഴത്തേന് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണവും മരുന്നുമായിട്ടൊക്കെ വന്ന് ആളുകളെ ചികിത്സിച്ച് അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് സുവിശേഷം പറഞ്ഞു. അതെ. കുഷ്ഠരോഗിയെ ശുശ്രൂഷിച്ചവർ, അതെ. അതുപോലെ തന്നെ മറ്റു പ്രശ്നമുള്ളവർക്ക് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് അവർ ചെന്ന് അതോടൊപ്പം സുവിശേഷം കൊടുത്തു. പെൻഡക്കോസ്റ്റൽ മിഷന്മാർ ചെന്നപ്പോഴത്തേന് രോഗിയെ കണ്ടപ്പോഴത്തേന് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി. അപ്പം അങ്ങനെ സഭകൾ വളർന്നു. ആദ്യ കാലഘട്ട സഭകൾ വളർന്ന് ചാരിറ്റിയിലൂടെ. അപ്പം ഇതിൽ ഏതാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ രണ്ടും പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളാണ്. രണ്ട് കാലഘട്ടത്തിൽ രണ്ട് തരത്തിൽ പരിശുദ്ധാത്മ ആളുകൾ ഉപയോഗിച്ചു. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു താഴ്മ, ഒരു വിനയം, ചേർത്ത് പിടിക്കലുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് ബാലൻസിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പരിശുദ്ധാത്മാവിനെ ഒതുക്കാതെ, അത് ഈ പറഞ്ഞു വന്നപ്പോഴാണ് ചിലർ ഈ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക, എഴുതുക, പഠിക്കുക, പഠിപ്പിക്കുക ഒക്കെ, അതൊക്കെ ബുദ്ധിയുടെ തലങ്ങളും പ്രവചനം പറയുന്നത് ആത്മാവിൻ്റെ തലമെന്ന് പറയും. അല്ല, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ റിസർച്ച് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക. എൻ്റെ ബുദ്ധി ദൈവത്തിൻ്റെ ഗിഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയുക. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. അവിടെയാണ് പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും, വിത്ത് യുവർ ഇൻ്റലിജൻസ്, വിത്ത് യുവർ മൈൻഡ്. അപ്പം റൈറ്റ്, എഴുത്തുകാര് സ്വന്തം ബുദ്ധിയിൽ എഴുതുന്നു, പ്രവചനം പറയുന്നവർ ആത്മാവിൽ പ്രവചിക്കുന്നത് പറയാതെ ഇതെല്ലാം തന്നെ പരിശുദ്ധാത്മാവിൽ നിന്നും ദൈവത്തിൽ നിന്നും വന്നതാണ്. ഇതെല്ലാം ഒരുമിച്ച് കാണാൻ കഴിയുന്ന ആത്മാവ് തുറന്ന കണ്ണുകളുള്ളവരായി നമുക്ക് മാറാൻ കഴിയണം. പാസ്റ്റേഴ്സിനെ, തിയോളജിയൻസിനെ, കാരിസ്മാറ്റിക് ശുശ്രൂഷകരെ, ന്യൂ ജനറേഷൻ ശുശ്രൂഷകരെ, വിശ്വാസികളെ ഒക്കെ ഒരുമിച്ച് ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം, നമുക്ക് മറുപടി പറയാൻ ഞങ്ങൾ തീർച്ചയായിട്ടും സന്നദ്ധരാണ്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ കേട്ടതിൽ വളരെ നന്ദി. തീർച്ചയായിട്ടും നമുക്ക് സ്വപ്നം കാണാം, നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, സഭകൾ ഒന്നിക്കപ്പെടട്ടെ. ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ ഡിവിഷൻസ് മാറട്ടെ, തെറ്റിദ്ധാരണകൾ മാറട്ടെ, തിരുത്തപ്പെടാൻ ആളുകൾ തയ്യാറാകട്ടെ, തിരുത്തലുകൾക്ക് ആളുകൾ തയ്യാറാകട്ടെ, താഴ്മ ധരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ക്രിസ്ത്യാനിറ്റി ഈസ് എ ബിഗ് അംബ്രല്ല. ഡൈവേഴ്സിറ്റീസ് ഉണ്ട്, വ്യത്യസ്തകളും ഡൈവേഴ്സിറ്റി നിലനിൽക്കുമ്പോൾ തന്നെ ക്രിസ്തുവിൽ ഒന്നിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ ദാസനും വളരെ നന്ദി. താങ്ക് യു ഫോർ ജോയിനിങ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കും.